So in this video, I am explaining about the basics of PHP. PHP stands for Hypertext Preprocessor. It is actually developed by Rasmus Ledroff in 1994. It is a open source general purpose scripting language. Usually it is used for the web development and website developments and others, and it is usually embedded in HTML, and it is actually a server-side scripting language. So first we can go to how to install a PHP. സോ സാധാരണയായിട്ട് നമ്മൾ പി എച്ച് പി ഇൻഡിവിജ്വലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാറില്ല, പാക്കേജുകളായിട്ട് നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യും. വിൻഡോസിലാണെങ്കിൽ യു ഹാവ് ടു യൂസ് വാംബ് ഓർ സാപ്പ്. ഇൻ ദ കേസ് ഓഫ് ലിനക്സിലാണെങ്കിൽ യു ഹാവ് ടു യൂസ് ലാംബ്. വാംബ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് അപ്പാഷെ MySQL PHP പാക്കേജാണ്. സാംബ് എന്ന് പറഞ്ഞാൽ എക്സ് ഫോർ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എ ഫോർ അപ്പാഷെ ഈസ് എ വെബ് സെർവർ, MySQL that's database, P is the PHP. So first you download this and install in your machines as just like other softwares. In the case of Linux, you have to use lamb. അപ്പോൾ നമ്മളിത് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ ഡയറക്ടറിയിൽ വാംബ് ആണെങ്കിൽ വാംബ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും. അപ്പോൾ ഡിയിലോട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഡിയിൽ വാംബ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിനകത്ത് ബിൻ എന്ന് പറയുന്ന ഫോൾഡറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 കാര്യത്തിനും കറസ്പോണ്ടിങ് ഫോൾഡർ കാണും. അപ്പാഷെ MySQL PHP നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു PHP സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. സെർവർ സൈറ്റിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഡിയിൽ വാംബിൽ www എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുക. അതിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടോട്ട് നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്താൽ നിങ്ങളുടെ പ്രോഗ്രാം ഈ സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഈ www ഫോൾഡർ വിച്ച് കറസ്പോണ്ട്സ് ടു ദ സെർവർ. ലിനക്സ് ആണെങ്കിൽ htdocs എന്ന് പറയുന്ന ഫോൾഡർ ആയിരിക്കും. വെച്ചാൽ ഇപ്പം ഇതുപോലെ തന്നെ ഇൻസ്റ്റലേഷനിൽ htdocs എന്ന് പറയുന്നൊരു ഫോൾഡറിലോട്ടായിരിക്കണം നിങ്ങൾ htdocsൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടോട്ടായിരിക്കണം നിങ്ങളുടെ പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ www ഫോൾഡറിൽ നേരിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു എങ്ങനെയാണ് ഒരു PHP കോഡുകൾ എഴുതേണ്ടത്. സോ PHP ബ്ലോക്കുകൾ അല്ലെങ്കിൽ PHP കോഡുകൾ നമ്മൾ എഴുതേണ്ടത് *** PHP, എന്നിട്ട് നിങ്ങളുടെ PHP കോഡുകൾ എഴുതുക. ക്ലോസ് ചെയ്യുന്നത് ***, ഇത് മറക്കരുത്. ഇതിനകത്ത് കാണുന്ന കോഡുകൾ ഇറ്റ് വിൽ ബി ആക്ച്വലി എക്സിക്യൂട്ടഡ് ബൈ PHP ഇൻ്റർപ്രറ്റർ. ദിസ് PHP ഇൻ്റർപ്രറ്റർ ഈസ് ആക്ച്വലി റെസിഡൻറ്റ് ഓൺ മോസ്റ്റ് വെബ് സെർവേഴ്സ്. നമ്മുടെ വെബ് സെർവർ ഏതാണ്? അപ്പാഷെയാണ്. ആ അപ്പാഷെയിൽ ഈ ഇൻ്റർപ്രറ്റർ ഇരിക്കുന്നത് കാരണം സോ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ PHP കോഡ് ആൻഡ് ദ റിസൾട്ട് വിൽ ബി in the form of HTML which can be viewed with the help of a web browser. അപ്പം നിങ്ങളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങളൊരു PHP പ്രോഗ്രാം എഴുതിയെന്ന് വിചാരിക്കുക, നിങ്ങളത് സേവ് ചെയ്തു എന്ന് വിചാരിക്കും. www എന്ന് പറയുന്ന ഫോൾഡറിൽ PHP എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് നിങ്ങൾ ആ ഫയൽ സേവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രൗസറിൽ ഇതിൻ്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രൗസർ എടുക്കുക, ടൈപ്പ് ലോക്കൽ ഹോസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് വാംബ് www വരെയുള്ള അത്രയും പാർട്ട് ഈ ലോക്കൽ ഹോസ്റ്റ് എടുത്തോളും. അപ്പം നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് മെഷീനാണ്. ഈ മെഷീനിലുള്ള സെർവർ ഫോൾഡർ അത്രയും വരെ എടുത്തോളും. സെർവർ www വരെയാണ്. അപ്പോൾ ലോക്കൽ ഹോസ്റ്റിൽ / നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡർ നെയിം PHP എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PHP/filename.php ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം എക്സിക്യൂട്ടഡ് ആയി ബ്രൗസറിൽ കാണും. ഒന്നുകൂടി പറയാം, ബ്രൗസറിൽ നിങ്ങൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് / നിങ്ങൾ www ക്രിയേറ്റ് ചെയ്ത ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡർ നെയിം / നിങ്ങളുടെ ഫയൽ നെയിം. എപ്പോഴും PHP കോഡുള്ള ഒരു HTML ഫയൽ വി ഹാവ് ടു സേവ് ഇറ്റ് ആസ് .php എക്സ്റ്റൻഷൻ. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഒരു PHP പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു PHP പ്രോസസ്സറിൽ മെയിൻലി 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോപ്പി മോഡ് അല്ലെങ്കിൽ HTML മോഡും ഇൻ്റർപ്രറ്റ് മോഡും. എന്ന് വെച്ചാൽ കോപ്പി മോഡ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ HTML കോഡിനകത്താണല്ലോ PHP ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സാധാരണയായിട്ട് നമ്മൾ ബോഡിക്കുള്ളിലാണ് സാധാരണ PHP കോഡുകൾ ഇടാറ്. അപ്പം ഒരു PHP പ്രോസസ്സർ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ PHP PHP ആ PHP ബ്ലോക്ക് കാണുന്നിടം വരെ അത് ഏത് മോഡിലായിരിക്കും? കോപ്പി മോഡിലായിരിക്കും. ഇനി PHPയുടെ കോഡ് കാണുമ്പോൾ അത് ഇൻ്റർപ്രറ്റ് മോഡിലോട്ട് ചേഞ്ച് ചെയ്യുകയും എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുകയും അതാണ് നമ്മുടെ ബ്രൗസറിൽ നമ്മൾ കാണുന്നത് ആ റിസൾട്ടായിട്ട്. പിന്നെ തിരിച്ച് *** കാണുമ്പോൾ അത് തിരിച്ച് വീണ്ടും കോപ്പി മോഡിലോട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ബ്ലോക്സ് ഓഫ് PHP കോഡ്സുകൾ ഉണ്ടെങ്കിൽ ഈ PHP പ്രോസസ്സർ കോപ്പി മോഡ് ഇൻ്റർപ്രറ്റർ മോഡ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പം എപ്പോഴും ഒരു PHP പ്രോസസ്സർ സ്റ്റാർട്ട്സ് ഓഫ് ചെയ്യുന്നത് കോപ്പി മോഡിലാണ്. ഇറ്റ് കോപ്പീസ് ദ ഫയൽസ് ടു ദ നെറ്റ്വർക്ക് കണക്ഷൻ ആൻഡ് സെൻഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസറിലോട്ട് അയച്ചുകൊണ്ടിരിക്കും. വെൻ എൻ ആംഗിൾ ബ്രാക്കറ്റ് (PHP instruction is encountered, the processor switches to interpret mode. The PHP statements are interpreted and the result will be in the form of HTML and is sent to the browser. The PHP text processor always takes a PHP file and produces an HTML or XHTML document file ആയിരിക്കും ഇതിപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ബോഡിക്കുള്ളിൽ ഞാനൊരു PHP കോഡ് എഴുതിയിട്ടുണ്ട്. അവിടെ എക്കോയാണ്. എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിൻറ്റിങ് സംതിങ് ഇൻ യുവർ സ്ക്രീനാണ് നമ്മൾ PHPയിൽ ഉപയോഗിക്കുന്നത്. ഹലോ എന്നത് H1 സൈസിൽ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു കോഡാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. സോ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം PHP പ്രോസസ്സർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ, ഈ ബോഡി സ്റ്റേറ്റ്മെൻറ്റ് വരെ അത് കോപ്പി മോഡിലായിരിക്കും. ഈ ക്വസ്റ്റ്യൻ മാർക്ക് PHP കാണുമ്പോൾ ഇറ്റ് വിൽ സ്വിച്ചസ് ടു ഇൻ്റർപ്രറ്റ് മോഡ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന കാണുമ്പോൾ അത് ഇറ്റ് വിൽ അഗെയിൻ സ്വിച്ച് ബാക്ക് ടു കോപ്പി മോഡ്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദ പെക്യൂലിയാരിറ്റി ഓഫ് PHP ഈസ് ആൻ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് എ ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേരിയബിൾസ് ആർ നോട്ട് ടൈപ്പ് ഡിക്ലെയർഡ്, അല്ലെങ്കിൽ ദ ടൈപ്പ് ഓഫ് ദി വേരിയബിൾ ഈസ് സെറ്റ് എവറി ടൈം ഇറ്റ് ഈസ് അസൈൻഡ് എ വാല്യൂ. എന്ന് വെച്ചാൽ ഞാൻ PHPയിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡോളർ സ്റ്റാർട്ട് ചെയ്താണ്. അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ $A = 25 എന്ന് പറഞ്ഞാൽ A ഇപ്പോൾ ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളായി മാറി. ഓക്കെ, ഇനി $A = ഹൈ എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ A എന്തായിട്ട് മാറി, ഒരു സ്ട്രിംഗ് ടൈപ്പ് വേരിയബിളായി. സോ നമ്മൾ ഈ വേരിയബിൾസ് നേരത്തെ ടൈപ്പ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വേരിയബിൾ എന്താണോ അസൈൻ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആയിട്ട് ആ വേരിയബിൾ മാറും. സോ വി കോൾ PHP ഈസ് എ ഡൈനാമിക് ടൈപ്പിംഗ് ലാംഗ്വേജ്. മോർ ഓവർ ഇറ്റ് സപ്പോർട്ട്സ് ബോത്ത് പ്രൊസീജിയറൽ കേപ്പബിലിറ്റീസ് എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ സിയിൽ നമ്മൾ ഫങ്ഷൻസ് ഉണ്ട്, അതുപോലുള്ള എല്ലാ കേപ്പബിലിറ്റീസും ഉണ്ട്. അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സും ഉണ്ട്. മോർ ഓവർ ഇറ്റ് ഹാസ് ആൻ എക്സ്റ്റെൻസീവ് ലൈബ്രറി ഫങ്ഷൻസ്. ഇനി സാധാരണയായിട്ട് PHP കോഡുകൾ നമ്മൾ HTML എംബഡ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് PHP പ്രോഗ്രാം സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് .php ആയിട്ട് സേവ് ചെയ്തിട്ട് ഇൻക്ലൂഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡ് ഫയൽ നെയിം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ HTML ഫയലിൽ ഒരു PHP കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും .php ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യുക. ഇനി റിഗാർഡിംഗ് ദ വേരിയബിൾ ഡിക്ലറേഷൻസ് ഇൻ PHP ദ വേരിയബിൾ ബിഗിൻസ് വിത്ത് എ ഡോളർ സൈൻ ആണ്. ദ വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ് ആണ്. റിഗാർഡിംഗ് ദ കമൻസ് ഹാഷ് ഓർ // ക്യാൻ ബി യൂസ്ഡ് ഫോർ സിംഗിൾ ലൈൻ കമൻസ്. /*ഉം // നമ്മൾ മൾട്ടി ലൈൻ കമൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എവറി PHP സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് എൻഡ് വിത്ത് എ സെമിക്കോളൻ ആയിരിക്കണം. ഇനി ഡേറ്റ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 8 ഡേറ്റ ടൈപ്പാണ് PHPയിലുള്ളത്. ബൂളിയൻ, ഇൻറ്റിജർ, ഡബിൾ, സ്ട്രിങ്, സ്കേലാർ ഡേറ്റ ടൈപ്പ്. ബൂളിയൻ അറിയാം, ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യാൻ. ഇൻറ്റിജർ അറിയാം. ഡബിൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ്. ഇവിടെ ക്യാർ ഇല്ല, പകരം സ്ട്രിങ് ആണുള്ളത്. ഇനി അറേയ്സ് ഉണ്ട്. അറേയ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അറേയ്സ് ഉണ്ട്, ഒബ്ജക്റ്റ് കൺസെപ്റ്റ്സ് ഉണ്ട്. സോ 2 കോമ്പൗണ്ട് ഡേറ്റ ടൈപ്പാണ്. അത് നമ്മൾ സാധാരണയായിട്ട് ഒരു അറേയിലുള്ള എലമെൻറ്റ്സുകളെ പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് ഫോർ ഈച്ച് 2 രീതിയിൽ പറ്റും. ഇനി നമുക്കിവിടെ ഒരു അസോസിയേറ്റീവ് അറേ തന്നെ അസോസിയേറ്റീവ് ടൈപ്പ് അറേ ഡിക്ലറേഷനും PHP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ ഡെപ്തി വരും. ഈ 2 എക്സാമ്പിൾ ഫോർ ഈച്ചിൻ്റെ ഉപയോഗം നോക്കാം. ഫോർ ഈച്ച് അറേ ആസ് സ്കെയിലാർ എന്നുള്ള ഫോമിലാണ്. ഫോർ എക്സാമ്പിൾ $cities എന്ന് പറയുന്ന അറേ ഉണ്ട്. അതിനകത്ത് കുറേ സിറ്റീസിൻ്റെ പേരുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഓരോ പേരുകളും പ്രിൻറ്റ് ചെയ്യണം. ഞാനപ്പോൾ ഉപയോഗിക്കുന്നത് ഫോർ ഈച്ച് $cities ആസ് സിറ്റി. $citiesലുള്ള ഓരോന്ന് എന്തായിട്ട് എടുത്തു, സിറ്റി ആയിട്ട് എടുത്തിട്ട് പ്രിൻറ്റ് $city. അപ്പോൾ 1 by 1 ഓരോന്നും പ്രിൻറ്റ് ചെയ്യും. അപ്പം അറേ ആസ് സ്കെയിലാർ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എഴുതിയേക്കുന്നത്. ഇനി ഫോർ ഈച്ച് അറേ ആസ് കീ ഗീവ്സ് വാല്യൂ എന്നുള്ള ഫോമിൽ പറ്റും. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു അസോസിയേറ്റീവ് അറേ ഉണ്ട്. അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സും കറസ്പോണ്ടിങ് വാല്യൂസും അങ്ങനെ വരുന്ന അറേസാണ് അസോസിയേറ്റീവ് അറേ. ഫോർ എക്സാമ്പിൾ ലോ എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അപ്പം വേരിയബിൾ എപ്പോഴും ഡോളറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. $ലോ എന്ന് കൊടുത്തു. അറേയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. മൺഡേക്ക് കറസ്പോണ്ടിങ് 23, ട്യൂസ്ഡേക്ക് കറസ്പോണ്ടിങ് 24. ഇങ്ങനെ ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കും. ഫോർ ഈച്ച് $ലോ എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റീവ് അറേയാണ്. ആസ് $ഡേ ഗീവ്സ് ടെമ്പ് ആണെങ്കിൽ ഞാൻ ഓരോ ഡേയും, ഡേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അപ്പം എന്ത് വരും, മൺഡേ വരും 23 പ്രിൻറ്റ് ചെയ്തു, ട്യൂസ്ഡേ വരും 24 പ്രിൻറ്റ് ചെയ്യും. ഇത് നമ്മൾ ഡെപ്തിൽ ഇനി പഠിക്കും. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.